ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധിക്കെതിരെ ഉണ്ടെങ്കിൽ രേണു അഭിനയിച്ച ആൽബത്തിലെ ഡയറക്ടർ ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടർ പറയുന്നത് മുഴുവനും കള്ളമാണ്, അങ്ങനത്തെ ഉള്ളതൊന്നും അല്ല അവിടെ നടന്നത്. തനിക്കുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്ത റോളും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് തനിക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ്സൊക്കെയാണ് തന്നത്, അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നടന്നത്. ഇതുണ്ടെങ്കിൽ ഒരുപാട് പേര് അയാൾ പറയുന്നത് സത്യമെന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അത് അങ്ങനെ അല്ലെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ആ ഡയറക്ടർ പിന്നെ ഇത് കണക്ക് ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, രേണു പറയുന്ന കണക്കൊന്നും അല്ല, ഞാനുണ്ടെങ്കിൽ അത്ര വലിയ മോശമുള്ള ഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ സീനോ ഒന്നും പറഞ്ഞിട്ടില്ല, സാധാ രീതിയിൽ രേണു ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അതൊന്നും പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ വൈകിപ്പിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് ശേഷം പിന്നെ രേണു പറയുന്നത് ഇത് കണക്ക് ആൾക്കാർ അയാൾ പറയുന്നതാണ് എല്ലാം വിശ്വസിക്കുന്നത്, അങ്ങനെയൊന്നും അല്ല, ഒരുപാട് കള്ളമാണ് പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത്. ഇപ്പോൾ രേണുവിനുണ്ടെങ്കിൽ ഒരു സീൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് വിട്ടേക്ക്, ഇനി അതിൽ കൂടുതൽ സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ വേറെ ഈ രേണുവിനെ തന്നെ നോക്കുന്നതിന് പകരം വേറെ ആരെങ്കിലും നോക്കി നല്ലോണം അഭിനയിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ലാതെ രേണു വന്നിട്ട് ഇങ്ങനെ നല്ലോണം അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം രേണു ഉണ്ടെങ്കിൽ ഒരു ആക്ട്രസ് ഒന്നും അല്ല, കറക്റ്റായിട്ട് അഭിനയിക്കാനോ ഒന്നും അറിയത്തില്ല. ഈ രേണുവിനുണ്ടെങ്കിൽ ഒരു സീൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് വിട്ടേക്കണം. അതല്ലാതെ ഇത് കണക്ക് പിന്നെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രൊമോഷന് വേണ്ടി ട്രൈ ചെയ്യുന്നതും കൂടെ തന്നെയാണ്.